ഇന്ന് നമുക്ക് ഒരു ഈസി ചെമ്മീൻ അച്ചാറിൻ്റെ റെസിപ്പി നോക്കാം. എല്ലാവർക്കും നമ്മുടെ അടുപ്പിലേക്ക് സ്വാഗതം. നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ 200 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ ചെമ്മീനാണ്. തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ തന്നെ ഉപ്പും ചേർത്ത് നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ചെമ്മീനിലും ഒരുപോലെ പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാൻ വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ചെമ്മീൻ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എണ്ണയിലോട്ടിട്ട് വറുത്തെടുക്കാം. പണ്ട് നമ്മുടെ വലക്കെട്ടി കാതറുട്ടി നമ്മുടെ നബീസുവിനെ നിക്കാഹ് ചെയ്ത്. എന്തിനാ അറിയോ? കാതറുട്ടീൻ്റെ ഉമ്മച്ചാക്ക് കാല് വയ്യാണ്ടായപ്പോൾ മൂപ്പര കഞ്ഞിൻ്റെയും കറിൻ്റെയും ഒക്കെ ചാതും പോറും കുറഞ്ഞു. അതുകൊണ്ട് തന്നെ നല്ല നെയ്യ് മണക്കുന്ന പോലെയെന്ന് മൂപ്പര് നമ്മളെ നബീസുവിനെ നിക്കാഹ് ചെയ്തു. കഥ കേൾക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ചെമ്മീൻ ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുത്തോളൂ കേട്ടോ. ഒരു വശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മുഴുവനായിട്ടും തന്നെ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നബീസുവിനെ കെട്ടിയ 8ാം നാൾ കാതറുട്ടിക്ക് പരാതിയായി. ഓള് വെക്കണ കറിക്കൊന്നും നിറവും മണവും ഇല്ലയെന്ന്. ഉമ്മച്ചനോടാണെങ്കിൽ കാതറൊട്ടി പോയിട്ട് ഈ പരാതി പറയുകയും ചെയ്തു. ഇതറിഞ്ഞ നമ്മുടെ പുതിയ തമ്മായി പിന്നെ ചോദ്യമായി, പറച്ചിലായി, ആകെ ലഹളയായി. നമ്മുടെ നബീസ് ആണെങ്കിലും വിട്ടുകൊടുത്തില്ല. നമ്മുടെ ചെമ്മീൻ 2 വശവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ കറിക്ക് നിറവും മണവും വേണേൽ ഒരേൽ ചൂരും മണവും കൂട്ടാനും എന്തേലും വേണമെന്നായി നബീസു. ഇത് കേട്ട കാതറുട്ടി പെരുത്ത കവറുകൾ കുറേ കൊണ്ടുവന്ന് ഇറക്കി. അന്ന് ഉച്ച നേരമായപ്പോൾ എല്ലാവർക്കും പതിവില്ലാതെ വയറ് പൊട്ടണ വിശപ്പ് വന്ന്. നാക്കിലാണെങ്കിൽ അതിലേറെ വെള്ളവും പൊട്ടി. എന്താ സംഭവം എന്നറിയാൻ കാതറുട്ടി കൈലി മടക്കി കുത്തി വടക്കണിയിലേക്കൊന്ന് എത്തി നോക്കി. നമുക്ക് ഈ അതേ എണ്ണയിലോട്ട് തന്നെ ബാക്കിയുള്ള ചെമ്മീനും കൂടെ ഇട്ട് നേരത്തെ ചെയ്ത പോലെ 2 വശവും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. എത്തി നോക്കിയ പാടെ മൂപ്പര് കണ്ടത് എള്ളെണ്ണയിൽ ചുമന്ന് പെരണ്ട് ചുരുണ്ട് കിടക്കണ മൂപ്പര് നേരത്തെ സെഞ്ചിയിലാക്കി കൊണ്ടുവന്ന ചെമ്മീൻ. നബീസു ആണെങ്കിൽ അതൊന്ന് ഇളക്കി മറിച്ച് പാത്രത്തിലാക്കി. മൂപ്പര നോട്ടം കൊണ്ട് തന്നെ പിരിച്ചെന്നറിഞ്ഞ് അതും നബീസു പാത്രത്തിലാക്കി. എല്ലാം കൂടെ ആയപ്പോൾ നബീസുവിൻ്റെ ചെമ്മീൻ അച്ചാർ ജോറായി. ഇപ്പറഞ്ഞ നബീസുവിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്ന ചെമ്മീൻ അച്ചാർ. ഇതും നന്നായി ഒരു വശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അച്ചാറിനുള്ള ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാണ്ട് മുരിഞ്ഞ് കിട്ടണ്ട. നമുക്ക് അകവും പുറവും ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടിയാൽ മാത്രം മതിയാവും. ചെറിയ രീതിയിലൊന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇരുവശവും മറിച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ചെമ്മീൻ. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് കോരി മാറ്റാം. പാത്രത്തിലോട്ട് കോരി മാറ്റുന്ന സമയത്ത് ഫുള്ള് എണ്ണയും കളഞ്ഞ് കോരി മാറ്റണമെന്നില്ല. നമുക്ക് അച്ചാറിനുള്ളതാണ്. ചെമ്മീൻ ഇങ്ങനെ കുറച്ച് എണ്ണയോട് കൂടി കോരി മാറ്റി വെക്കുമ്പോൾ നമുക്കതിൻ്റെ ഷെൽഫ് ലൈഫ് കുറച്ചും കൂടെ കൂടുതലായിട്ട് കിട്ടും. ചെമ്മീൻ്റെ ആ ഒരു ക്രിസ്പിനെസ് കുറച്ചും കൂടെ ദിവസം നമുക്ക് കൂടുതൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് വല്ലാതെ എണ്ണ കളയാതെ തന്നെ നമ്മളത് കോരി മാറ്റി വെക്കുന്നത്. ചെമ്മീൻ ഫുള്ള് ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലോട്ട് 2.5 ടീസ്പൂൺ നല്ലെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ 1.5 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ തന്നെ ഉലുവയും ചേർത്ത് കൊടുക്കാം. കടുക് ഉലുവയും നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ എണ്ണയിലോട്ട് 4 സ്ട്രിപ്പ് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ 50 ഗ്രാം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 6 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് തുടരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് വല്ലാണ്ട് ബ്രൗൺ കളറായി മാറണ്ട. ചെറിയ രീതിയിലൊന്ന് വെന്ത് കിട്ടിയേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്കിതിലോട്ട് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് ഇതിൽ 2 ടേബിൾ സ്പൂൺ മാത്രം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇനി പൊടികൾ കരിഞ്ഞു പോവാതെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് ഇളക്കിയെടുക്കുക. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ അച്ചാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികൾ കരിഞ്ഞു പോവാതിരിക്കാൻ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം വേണം നമ്മളിത് ഇളക്കിയെടുക്കാനായിട്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. അച്ചാറുകളിൽ എപ്പോഴും വെള്ളത്തിൻ്റെ അളവ് വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതൊന്ന് ചെറിയ രീതിയിൽ തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച ചെമ്മീൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വെള്ളം ചേർത്ത് കഴിഞ്ഞ് ഇത് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. അതിനുശേഷമാണ് നമ്മൾ ചെമ്മീൻ ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നന്നായി യോജിപ്പിച്ച് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒഴിച്ച നല്ലെണ്ണ ഇതുപോലെ ചെറു തീയിലിരുന്ന് ചെറുങ്ങനെ ഇങ്ങനെ തിളച്ച് പൊങ്ങി വരും. അച്ചാർ പെട്ടെന്ന് കേടുവന്ന് പോവാതിരിക്കാൻ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് വീണ്ടും ഒരു 1.5 ടേബിൾ സ്പൂൺ കൂടി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ അവസാനം ഇതുപോലെ എണ്ണ തൂവി കൊടുക്കുന്ന സമയത്ത് നിർത്തി കുറച്ചൊഴിച്ച് അതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് ചെറുതീയിലൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം ആവണം അടുത്ത അളവിൽ എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ലെണ്ണയുടെ ഫ്ലേവർ ശരിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 തവണയായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് മാത്രം വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചൂടോടെ തന്നെ നമുക്കിത് ഒട്ടും നനവില്ലാത്തൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അച്ചാറുകൾ നമ്മൾ എപ്പോൾ തയ്യാറാക്കുമ്പോഴും ഒട്ടും നനവില്ലാത്ത പാത്രങ്ങളും സ്പൂണുകളും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അത് നമ്മുടെ അച്ചാറിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാനും അച്ചാറുകളുടെ ടേസ്റ്റിൽ പെട്ടെന്ന് തന്നെ മാറ്റം വരുന്നതിന് നമുക്ക് സഹായിക്കും. തയ്യാറായി കഴിഞ്ഞാൽ 1 ദിവസത്തിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ഈസി ചെമ്മീൻ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.